കണ്ട ജോർജിയയിൽ വന്നാലുണ്ടല്ലോ ഈ ഒരു സംഭവം മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. സ്റ്റീലും ഗ്ലാസ്സിലും ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് എൻ്റെ ബാക്കിൽ. കാണാൻ തന്നെ നല്ല അടിപൊളി ആർക്കിടെക്ചറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ബ്രിഡ്ജ് ഓഫ് പീസ് ആണ് കേട്ടോ. ഇപ്പം ഇവിടുത്തെ നാട്ടുകാർക്കുണ്ടല്ലോ ഈ ബ്രിഡ്ജ് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കേട്ടോ. അപ്പം അതെന്തുകൊണ്ടാണെന്നറിയോ, കുറേ കാലം കൊണ്ട് സോവിയറ്റ് റൂളിന് അണ്ടറിലായിരുന്നില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു എന്താ പറയുക അവരുടെ പീസ്ഫുൾ ലൈഫിനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. ആക്ച്വലി ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞില്ലേ കൂറ റിവർ, അതിൻ്റെ മേലെ കൂടി ക്രോസ് ചെയ്തൊരു പെഡസ്ട്രിയൻ വാക്ക് വേ ആയിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള കഥ നിങ്ങൾക്കറിയോ? ഇത് എവിടെ ഉണ്ടാക്കിയിട്ടെന്നറിയോ? ഇത് ഇറ്റലിയിൽ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഫ്ലാറ്റ് ബെഡ് ട്രക്സിലേക്ക് ബ്രസീലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്നാണ് ഇതിന് കളക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഈ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ഇത് 2009 തുടങ്ങി 2010 തീർന്നത് കേട്ടോ. ഈ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. എല്ലാ നാട്ടിലും നടക്കുന്നതല്ലേ എന്തെങ്കിലും വരും. അപ്പോൾ കോൺട്രവേഴ്സി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓൾഡ് പിലിസിന്റെ നടുവിലായിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളതൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർ ബിലീവ് ചെയ്തു ഓൾഡ് പിലിസിന്റെ ആ ഒരു ചാമില്ലേ, ഒരു ആൻഷ്യൻ ഇത് ആ ലുക്ക് പോകും. കുറേ ആൾക്കാർ വിശ്വസിച്ചു. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എന്താ പറയുക ലുക്ക് കൂടും. പക്ഷെ അങ്ങനെ അവസാനം ഇത് വന്നു. മാത്രം ഇത് വന്നപ്പോണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ലുക്ക് തന്നെ മാറി. ഇതൊരു അടിപൊളി സംഭവമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ നാട്ടിലേക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസത്തിന് കാണാൻ. ഇവിടെ ഇങ്ങനെ ലൈറ്റ് മിന്നി കളിക്കുന്നതെല്ലാം കാണുന്നില്ലേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ 10,000 LED ബൾബുണ്ടൊക്കെ. ഓൾഡ് പ്ലേസ് വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇവിടെ നിന്നിങ്ങനെ രാത്രി കാണാൻ നല്ല രസമുണ്ട്. ലൈറ്റ് ബേസിക്കലി ഇങ്ങനെ കാർ പോകുന്നത്, പിന്നെ നമ്മൾ ടയർ അതൊക്കെ കാണാൻ നല്ലുണ്ട്.